ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ കൽക്കി വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. പ്രഭാസിനെ നായകനാക്കി നാഗശ്വിൻ സംവിധാനം ചെയ്ത വൻ താരനിര ഭാഗമാകുന്ന കൽക്കി 2798 AD ഈ വരുന്ന ജൂൺ 27 തീയതി ലോകമെമ്പാടും വമ്പൻ റിലീസോടെ എത്തുകയാണല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ട്രെയിലർ റിലീസിന് തൊട്ട് പിന്നാലെ ഇപ്പോഴത്തെ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഫസ്റ്റ് സിംഗിൾ അപ്ഡേറ്റ് പുറത്തു വരുന്നതാണ്. ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഡ്രാമ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന കൽക്കി 2898 AD എന്ന സിനിമയുടെ ഒരു ദിവസം മുന്നേ പുറത്തു വന്ന ട്രെയിലർ എല്ലാ ഭാഷകളിലുമായിട്ട് ഇതിനോടകം തന്നെ 50 മില്യൺ വ്യൂവേഴ്സ് പിന്നിടാനായിട്ട് ഒരുങ്ങുകയാണ്. പാനിന്ത്യൻ ഭാഷകളിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ പാനിന്ത്യൻ ഭാഷകളിലെ ട്രെയിലർ തന്നെയായിരുന്നു മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെല്ലാം തന്നെ പുറത്തു വന്നത്. വൈജയന്തി ഫിലിംസ് നിർമ്മിക്കുന്ന പ്രഭാസിന്റെ കൽക്കി എന്ന സിനിമയുടെ ഓവർസീസ് പ്രീസെൽ കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ് ആക്കപ്പെടുമ്പോൾ വളരെ മികച്ചൊരു പ്രീസെൽ കളക്ഷൻ സിനിമ വിദേശ രാജ്യങ്ങളിൽ നേടിയെടുത്തിരിക്കുകയാണ്. റിലീസിന് 14 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ $1 മില്യൺ മുകളിൽ സിനിമയുടെ ഓവർസീസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. $1.5 മില്യൺ സിനിമയുടെ ആദ്യ വീക്കെൻഡ് ഓവർസീസ് പ്രീസെൽ ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. അതായത് ഏകദേശം 10 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ. ആദ്യ ദിവസം തന്നെ ഓവർസീസിൽ സിനിമയ്ക്ക് $4 മില്യൺ മുകളിൽ കളക്ഷൻ വരാൻ സാധ്യതകളുണ്ട് എന്നാണ് ട്രാക്കസ് പുറത്തുവിടുന്ന റിപ്പോർട്ട്. എന്തായാലും കൂടുതൽ പ്രീസെൽ കളക്ഷൻ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. ഇതിനിടയിൽ സിനിമയുടെ ഡ്യൂറേഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 2 മണിക്കൂർ 50 മിനിറ്റാണ് ഈ ബ്രഹ്മാണ്ഡ പാനിന്ത്യൻ സിനിമയുടെ ദൈർഘ്യം. ഇതിനിടയിൽ ദുൽഖർ സിനിമയിലുണ്ട് എന്നത് ശക്തമാക്കുന്ന പുതിയ റൂമറുകളാണല്ലോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൽക്കിയിൽ പരശുറാമിന്റെ വേഷത്തിൽ ദുൽഖർ എത്തുന്നൊരു സൂചനയാണ് ജോർജ് ഏട്ടൻസ് രാഗമെന്ന തൃശ്ശൂരിലെ വമ്പൻ തിയേറ്റർ ഉടമ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരിക്കുന്നത്. ഒരു ഫാൻ മെയ്ഡ് ചിത്രം കൂടിയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിനിടയിൽ ദുൽഖർ സിനിമയുടെ കാസ്റ്റ് ലിസ്റ്റിൽ വരെ ഇടം പിടിച്ചിട്ടുണ്ട് പല വിദേശ വെബ്സൈറ്റുകളിൽ. എന്തായാലും ദുൽഖർ ഉണ്ട് എന്നൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരികയാണെങ്കിൽ കേരളത്തിൽ സിനിമയ്ക്ക് കൂടുതൽ ബൂസ്റ്റ് ആകും അത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ദുൽഖറാണ് സിനിമയുടെ കേരള വിതരണം. ദുൽഖർ ഭാഗമായി എന്നൊരു ഉറപ്പ് വരികയാണെങ്കിൽ ദുൽഖറിനോടൊപ്പം ശോഭന, ഒപ്പം തന്നെ അന്ന പെന്നും കൂടാതെ കീർത്തി സുരേഷ് ശബ്ദമായിട്ടെല്ലാം തന്നെ സിനിമയുടെ ഭാഗമാകും. അങ്ങനെ മലയാളി സാന്നിധ്യം ചിത്രത്തിൽ ഏറുന്നുവെന്ന് നിസ്സംശയം പറയാം. കാത്തിരിക്കൂ കൽക്കിയുടെ അടുത്ത വമ്പൻ അപ്ഡേറ്റുകൾ കേട്ടാം.